The Gospel according to St. John chapter 13, verse 35. By this all will know that you are my disciples, if you have love for one another. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. The world should recognize us as Christians not merely by the doctrines we profess or the rituals we observe, but by the love we embody and the actions we take. നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രമാണങ്ങളും നമ്മൾ ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളും അനുസരിച്ചല്ല നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് ലോകം തിരിച്ചറിയേണ്ടത്. പിന്നെയോ നാം കാണിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹത്തെ ആസ്പദമാക്കിയായിരിക്കണം. Christ did not say that his disciples would be known by their theological knowledge or religious practices, but by their love, a love that reflects his own self-giving, sacrificial care for the world. ക്രിസ്തു ലോകത്തോട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരെ സ്നേഹം മുഖാന്തരമാണ് ലോകം അറിയുവാൻ പോകുന്നത്. വേദശാസ്ത്ര പ്രമാണങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല, പിന്നെയോ സ്നേഹം, ക്രിസ്തു കാണിച്ച യാഗപൂർണമായ ലോകത്തെ കരുതുന്ന സ്നേഹം. If our faith does not manifest in mercy, kindness and service, then it is empty. നമ്മുടെ വിശ്വാസത്തിൽ കരുണയും കൃപയും ശുശ്രൂഷയും ഇല്ലെങ്കിൽ വിശ്വാസം ശൂന്യമാണ്. Fasting and prayer are powerful, but they must soften our hearts towards others. ഉപവാസവും പ്രാർത്ഥനയും ശക്തിയുള്ളതാണ്, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ അനുകമ്പയുള്ളതാക്കി തീർക്കണം. Our worship must lead us to feed the hungry, clothe the naked and care for the suffering. നമ്മുടെ ആരാധനയ്ക്കു ശേഷം വിശക്കുന്നവന് നാം അപ്പം കൊടുക്കുകയും നഗ്നനായവനെ ഉടുപ്പിക്കുകയും വേദന അനുഭവിക്കുന്നവനെ കരുതുകയും ചെയ്യുന്നതിലാണ് നമ്മുടെ ആരാധന യാഥാർത്ഥ്യമാകുന്നത്. If we pray but refuse to forgive, if we attend church but ignore the poor, then we betray the very heart of the gospel. നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കാം, പക്ഷേ ക്ഷമിക്കുവാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നു. നമ്മൾ ദേവാലയത്തിൽ പോകുമായിരിക്കും, എന്നാൽ പാവപ്പെട്ടവനെ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുവിശേഷത്തിൽ നിന്ന് വളരെ വിദൂരമാണ്. During this Lenten journey, let us not only fast from food, but also from selfishness, indifference and pride. നോമ്പുകാലം ഭക്ഷണത്തിൽ നിന്ന് മാത്രം ഉപവസിച്ചാൽ പോരാ. സ്വാർത്ഥതയിൽ നിന്നും പകയിൽ നിന്നും അഹന്തതയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും നമുക്ക് ഉപവസിക്കാം. Let us love as Christ loved, showing the world not just what we believe, but who we are, followers of the Lord, known by his love working through us. ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അനുഗമിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ സ്നേഹത്തിലൂടെ, സ്നേഹകർമ്മങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ ഈ നോമ്പുകാലം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.